ഇപ്പോൾ പ്രേക്ഷകർ എൻ്റെ പിറകിൽ കാണുന്നതാണ് ഫോർച്യൂൺ പ്ലൈബോർഡ്സ് എന്ന ഒരു പ്ലൈവുഡ് ഫാക്ടറി. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊഴുവനാൽ പഞ്ചായത്തിൻ്റെ 7-ാം വാർഡിലാണ്. പ്ലൈവുഡ് ഫാക്ടറികൾ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ താമസിക്കുന്ന പരിസരത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഏറെ ജനവാസമുണ്ട്. ഇതിന് കുറച്ചപ്പുറം മാറി കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയുണ്ട്. ഇതിലൊക്കെ പ്രധാനം മണ്ണാനിത്തോട്, പ്രധാന ഒരു ജലസ്രോതസ്സായ മണ്ണാനിത്തോട്ടിലേക്കാണ് ഇവിടുന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ മുഴുവനും ചെന്ന് ചേരുന്നത്. ഇതിന് അനുമതി നൽകിയത് കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ്. ഇതിന് വേണ്ട ഒത്താശകൾ ഈ വാർഡിൽ നിന്ന് ചെയ്തു കൊടുത്തതാവട്ടെ BJP മെമ്പറായിരുന്നു. അവർ ജനരോഷം ഭയന്ന് ഇത്തവണ മറ്റൊരു വാർഡിലാണ് പോയി മത്സരിച്ചതും. ഇവിടുത്തെ വെള്ളം മലിനമാകുന്നു, കുട്ടികൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ പ്ലൈവുഡ് ഫാക്ടറി ഇവിടെ തുടങ്ങിയപ്പോഴൊന്നും പ്രതികരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ലാഭം കാണാതെ ജനങ്ങളെ കൊല്ലുന്ന ഇത്തരം ഫാക്ടറിക്ക് അവർ അനുമതി നൽകിയില്ല എന്ന് നമുക്കറിയാം. ഇതിനു പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലൈവുഡ് ഫാക്ടറികളുടെ ഒരു മേഖലയായിരുന്നു പെരുമ്പാവൂർ എന്നത്. പെരുമ്പാവൂരിൽ നിന്നും ഈ ഫാക്ടറികളെല്ലാം പൂട്ടിക്കെട്ടി ഇപ്പോൾ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇത് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ജനസാന്ദ്രതയുള്ള ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ഫാക്ടറികളിലെല്ലാം പ്രവർത്തനം നടക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് അധികൃതർ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത്? അടുത്തിടെ ചില പ്ലൈവുഡ് ഫാക്ടറികൾക്കെല്ലാം എതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അത് പൂട്ടിക്കെട്ടുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ ഫാക്ടറിക്കെതിരെ അങ്ങിങ്ങ് പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ വിപത്തായ ഫാക്ടറികൾ നാടിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ആവശ്യമുണ്ട്, പക്ഷെ അതിന് പ്രത്യേക വ്യാവസായിക മേഖലകൾ കണ്ടെത്തി, ജനവാസമില്ലാത്ത പ്രത്യേക വ്യാവസായിക മേഖലകൾ കണ്ടെത്തി അവിടങ്ങളിൽ ഇത്തരം ഫാക്ടറികൾ തുടങ്ങുന്നതാണ് ഉചിതം. ഈ ഫാക്ടറിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം പ്രതിഷേധം ഉയരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം ശ്വാസതടസ്സം, ക്യാൻസർ തുടങ്ങിയവയ്ക്കെല്ലാം കാരണമാകുന്ന ആൽഡിഹൈഡ് അടങ്ങിയ പദാർത്ഥങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് വായുവിലേക്കും പകരുന്നത്. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് ഉപരി ക്യാൻസറിനും കാരണമാകുന്ന വാതകമാണ് ഈ പുറത്തേക്ക് വിടുന്നത്. ഇത് തന്നെയാണ് ഇവിടുന്ന് ജലത്തിലേക്ക് കലരുന്നതും പരിസരത്തുള്ള കിണറുകളിലെ കുടിവെള്ളത്തിലേക്ക് കലരുന്നതും. ഈ കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്.